എനിക്ക് റൈറ്റ്. ഡോക്ടർ ടി എം തോമസ് ഐസക് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ ടി എം തോമസ് ഐസക്, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് താങ്കളുടെ അറസ്റ്റ് ഉണ്ടാവുമോ? അറസ്റ്റ് ആർക്കറിയാം ഉമ്മാരെന്താ ചെയ്യാൻ പോണെ എന്നുള്ളത്. പക്ഷേ കോടതിയില് ഒരു ഉത്തരം പറയേണ്ടതുണ്ട്. ഞാനല്ല, ഇ ഡി ആണ് ഉത്തരം പറയാനായിട്ട് എക്സ്റ്റൻഷൻ ചോദിച്ചിട്ടുള്ളത്. അവർ ഉത്തരം പറയട്ടെ, എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന്. ശരി, താങ്കളുടെ അറസ്റ്റ് സ്വാഭാവികമായി ഊഹാപോഹമാണ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നോക്കൂ, നിങ്ങളുടെ മുന്നണിയാണല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ സഹകരിക്കുന്ന മുന്നണിയാണല്ലോ ഈ ഇന്ത്യ ബ്ലോക്ക്. ഇന്ത്യ ബ്ലോക്കിന്റെ വളരെ കുറഞ്ഞ മുഖ്യമന്ത്രിമാരിൽ 2 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ ജയിലിനകത്താണ്. ശ്രീ ഐസക്, ഇത് കാണിക്കുന്നത് ബി ജെ പി എത്രമാത്രം ഭയപ്പെട്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ചുള്ളതാണ്. 400 സീറ്റ് എന്നൊക്കെ പ്രഖ്യാപനം ഉണ്ടെങ്കിലും സി എ ഉണ്ടെന്ന് വർഗീയ ധ്രുവീകരണം കൊണ്ടുവരാൻ ശ്രമിക്കാം. എല്ലാ സീമകളും ലംഘിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തടങ്കിൽ വെക്കാം. ഇതൊക്കെ ഇലക്ഷൻ പ്രോസസ് നടക്കുമ്പോഴാണ് അത് കാണിക്കുന്നവർ എത്രമാത്രം വരണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്ക്, ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെയും വിലയിരുത്തുന്നത് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ SBI കൈമാറുകയും ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന മണിക്കൂറിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ബോണ്ടുകളുടെ യുണീക്ക് നമ്പർ, അത് യുണീക്ക് നമ്പറുകൾ കിട്ടുകയാണെങ്കിൽ പർച്ചേസറിനെ പൊളിറ്റിക്കൽ പാർട്ടിയുമായി മാച്ച് ചെയ്യാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇത് മാച്ച് ചെയ്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളായിക്കൊള്ളട്ടെ, ഈ പർച്ചേസർ BJP സർക്കാർ എന്തൊക്കെ സേവനങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതും ഈ അടുത്ത മണിക്കൂറുകളിലാണ് സംഭവിക്കാൻ പോകുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പക്ഷേ ആ അടുത്ത മണിക്കൂറിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണ്. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നതാണ്, അദ്ദേഹത്തിനെ ജയിലിലയക്കുന്നതാണ്. അപ്പോൾ അത് നേരത്തെയുള്ള ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം വരും എന്ന് പറയുന്ന മണിക്കൂറുകൾ യഥാർത്ഥത്തിൽ കാമോഫ്ലാഷ് ചെയ്യപ്പെടുകയാണ്. അതെ 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 അതെ. സി എ തന്നെ ധൃതി പിടിച്ച് പ്രഖ്യാപിച്ചത് ഇത്തരത്തിൽ സുപ്രീം കോടതി ഉണ്ടായ വിധിയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അന്ന് തന്നെ ഇതുപോലെ ആക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പൊ കെജ്രിവാളിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നിർണായക ഘട്ടത്തിലേക്ക് ഇലക്ട്രൽ ബോണ്ട് തർക്കം കേസ് നീങ്ങുന്ന ഘട്ടത്തിലാണ്. ഡോക് ഇത് BJP അഴിമതിയിൽ എക്സ്റ്റോർഷൻ, ഭീഷണിപ്പെടുത്തി പണം മുടങ്ങുന്ന ഒരു സംഘടനയായിട്ട് അധത്തുരിച്ചിരിക്കുന്നു എന്നുള്ളത് കൂടുതൽ കൂടുതൽ തെളിയുകയാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ധൃതി പിടിച്ചുള്ള അറസ്റ്റ്. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും അയോധ്യ പ്രാണപ്രതിഷ്ഠയായിരുന്നു അവർ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ് കുറച്ചധികം ദിവസങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി വന്നു, അല്ലെങ്കിൽ കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ 2019 തിരികെ പോയാൽ 2019 ഏതാണ്ട് ഈ ദിവസങ്ങളിൽ തന്നെയാണ് പുൽവാമ ഉണ്ടായിട്ടുള്ളത്, പുൽവാമയ്ക്കുള്ള ബാലക്കോട്ട് തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ആഖ്യാനം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ആ നിലയിൽ ഒരു പുതിയ ആഖ്യാനം സൃഷ്ടിക്കും. കാരണം ഇലക്ട്രൽ ബോണ്ട് ഈ ചിത്രത്തിലുണ്ടെന്ന് ഏതായാലും കേന്ദ്ര സർക്കാർ വിചാരിച്ചിരുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സുപ്രീം കോടതിയെ പരോക്ഷമായി വിമർശിച്ചത്. അതായത് ശ്രീകൃഷ്ണനും അവലും ഒക്കെ അദ്ദേഹം പറഞ്ഞത്. ഇത് ഒരു പുതിയ രാഷ്ട്രീയ ആഖ്യാനമാകുന്നു എന്ന് BJP ആശങ്കപ്പെടുന്നുണ്ടോ? യെസ്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വരാൻ പോകുന്നത് PM CARES ഫണ്ടാണ്. 12,000 കോടിയാണ് മേടിച്ചിട്ടുള്ളത്. ഏതൊക്കെ കമ്പനികൾ, ഏത് വിദേശ കമ്പനികൾ, ചൈനീസ് കമ്പനികളുണ്ടോ, ഇതൊക്കെ ഇനി ചോദ്യങ്ങളായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ അവസാനിക്കില്ല. BJPയുടെ ഇത്തരത്തിലുള്ള പണപ്പിരിവുകളുടെ മറ്റ് മേഖലകളിലേക്ക് കൂടി ചർച്ച, ജനശ്രദ്ധ ഇതിന്റെ ഫലമായിട്ട് തിരിയുന്നതിനുള്ള സാധ്യതയുണ്ട്.
ഇവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹേമന്ത് സോറൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലില്ല. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലില്ല. എന്നാൽ ഇതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ ബ്ലോക്ക് വർദ്ധിത വീര്യത്തോടുകൂടി ആഞ്ഞടിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ ആ നിലയിലുള്ള ഒരു വർദ്ധിത വീര്യം യഥാർത്ഥത്തിൽ ഇന്ത്യ ബ്ലോക്കിനില്ല. നനഞ്ഞ പടക്കമാണ്. ആം, അവിടുത്തെ ഇടക്കാല തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഇന്ത്യ ബ്ലോക്കിന് ക്ഷീണമായിട്ടുണ്ട്. ക്ഷീണം മാത്രമല്ല, പാർട്ടികൾ തമ്മിലുള്ള വർദ്ധിച്ചു വന്ന വിശ്വാസത്തിന് ഇടർച്ചയും പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണെങ്കിലും ഓരോ സംസ്ഥാനത്തും അവിടുത്തെ സ്ഥിതികൾ കണക്കിലെടുത്തുകൊണ്ട് ബി ജെ പി ഒറ്റപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ കൂടുതൽ ഫലപ്രദമാണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പിക്ക് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ബി ജെ പിയുടെ പ്രസൻസും അവരുടെ ശേഷിയുമെല്ലാം ഹിന്ദി ഹാർട്ട്ലാൻഡിനെ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. 400 വോട്ട് അടുത്തേക്ക് ബി ജെ പിയുടെ ലോക്സഭാ സീറ്റിന് എണ്ണം വരാൻ പോകുന്നില്ലെന്നും ഏറെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ പറയുന്ന ദൗർബല്യമൊക്കെ ഇന്ത്യക്കുണ്ടെങ്കിലും വളരെ ഏകോപിതമായിട്ടുള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷത്തിനും മത്സരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്.